18 വർഷമായി എത്രയോ തവണ TV ചാനലുകളിൽ കണ്ട ചിത്രമാണ്. കൂടാതെ യൂട്യൂബിലും അവിടെയും ഇവിടെയും ഒക്കെ പ്രേക്ഷകരുടെ മൊബൈലിലും ഒക്കെ കിടക്കുന്ന സിനിമയാണ്. നിരവധി തവണ സിനിമ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ചിത്രത്തിലെ കോമഡി സീനുകളും പാട്ടുകളും ഒക്കെ എത്രയോ തവണ കണ്ടതാണ്. ഇനിയും ഇതൊക്കെ കാണാൻ പ്രേക്ഷകർ എത്തുമോ? എന്നാൽ പ്രേക്ഷകർ എത്തുന്നത് എന്തുകൊണ്ടാണ്? വലിയൊരു ചോദ്യം തന്നെയാണിത്. പല തിയേറ്ററുകളെയും ബുക്കിംഗ് എടുത്തു നോക്കിയാൽ ഞെട്ടിപ്പിക്കുന്ന രീതിയിലാണ് പ്രേക്ഷകർ ഈ ഒരു പടത്തെ സ്വീകരിക്കുന്നത്. ബുക്ക് മൈ ഷോയിലൊക്കെ തിയേറ്ററിന്റെ ഓരോ ലിസ്റ്റും എടുത്തു നോക്കുമ്പോൾ ഏറ്റവും ഫ്രണ്ട് സീറ്റുകളാണ് അവർ ബുക്ക് ചെയ്ത് കൂട്ടിവെച്ചിരിക്കുന്നത്. കാരണം അവർക്ക് ഈ പടം ആഘോഷിക്കണം. അതൊരു പ്രത്യേക വികാരമായി മാറിയിരിക്കുന്നു. മോഹൻലാലിന്റെ നിരവധി സിനിമകളുണ്ട് ഇതുപോലുള്ള വികാരങ്ങൾ സൃഷ്ടിക്കുന്ന സംഭവങ്ങൾ. തിയേറ്ററിൽ ആർമാദിക്കാൻ കഴിയുന്ന പല സിനിമകളുമുണ്ട്. എന്നാൽ സ്ലോ പേസ് ആർമാദിക്കാൻ പറ്റാത്ത സിനിമകൾ പോലും മോഹൻലാൽ ഇറക്കി വിജയം കണ്ടു എന്നതാണ് മറ്റൊരു കാര്യം. ദേവദൂതൻ പോലുള്ള സിനിമകൾ ക്ലാസിക് സിനിമയാക്കി മാറ്റി പ്രേക്ഷകർ. അതൊക്കെ എങ്ങനെ ഹിറ്റായി? ഇതൊക്കെ വീണ്ടും ആരെങ്കിലും കാണുമോ എന്ന് ചോദിക്കുന്നിടത്താണ് പ്രേക്ഷകർ ഇങ്ങനെ ചില അത്ഭുതങ്ങൾ കാണിച്ചു കൊടുക്കുന്നത്. മോഹൻലാൽ പോലും അത്ഭുതപ്പെട്ടിരിക്കുന്ന അവസരം. ചിത്രത്തിന്റെ ആദ്യ 4 ദിവസത്തെ കളക്ഷൻ കാണുമ്പോൾ ശരിക്കും ഞെട്ടലാണ് ഉണ്ടാകുന്നത്. കാരണം പുതിയൊരു സിനിമയ്ക്കും ലഭിക്കാൻ സാധ്യതയില്ലാത്ത ഒരു കളക്ഷനാണ് ഒരു റീ റിലീസ് ചിത്രം നേടിയിരിക്കുന്നത്. 2 കോടിക്ക് മുകളിലുള്ള കളക്ഷനാണ് ഇപ്പോൾ തിയേറ്ററിൽ നിന്നും 4 ദിവസം കൊണ്ട് നേടിയിരിക്കുന്നത്. കേരളത്തിൽ 4-ാം ദിവസം അതായത് തിങ്കളാഴ്ച 36 ലക്ഷമാണ് നേടിയിരിക്കുന്നത്. അങ്ങനെ ടോട്ടൽ 4 ദിവസം കൊണ്ട് 2.15 കോടി നേടിയെന്നുള്ള റിപ്പോർട്ടുകൾ കേരള ബോക്സ് ഓഫീസിൽ നിന്നും എത്തുകയാണ്. സിനിമയുടെ അണിയറ പ്രവർത്തകർ പോലും ചിന്തിക്കുന്ന ഒരു കാര്യമാണ് 18 വർഷം കഴിഞ്ഞ ചിത്രം ഈ തിയേറ്ററിൽ വന്ന് എത്രയൊക്കെ പ്രേക്ഷകർ കാണും എന്ന ചോദ്യം. 18 വർഷങ്ങൾക്ക് മുമ്പ് റിലീസ് ചെയ്ത ചോട്ടാ മുംബൈ റീ റിലീസ് ചെയ്തപ്പോൾ കിട്ടിയ പ്രേക്ഷക പ്രതികരണം കണ്ട് അന്തം വിട്ടുപോയി എന്ന് ചിത്രത്തിലെ ഒരു സുപ്രധാന വേഷത്തിൽ അഭിനയിച്ച നടൻ മണിക്കുട്ടൻ പറയുകയുണ്ടായി. മണിക്കുട്ടൻ അഭിനയിച്ച 4ാമത്തെ ചിത്രമാണ് ചോട്ടാ മുംബൈ. എറണാകുളം കവിതാ തിയേറ്ററിൽ പോയി സിനിമ കാണാനിരുന്നപ്പോൾ ചുറ്റിനും ഇരുന്നത് പല പ്രായത്തിലുള്ള പ്രേക്ഷകരായിരുന്നുവെന്നും അവരുടെ ആഹ്ലാദവും ആരവും ഹൗസ്ഫുൾ ഷോയും ഒക്കെ കണ്ട് അമ്പരന്ന് പോയെന്നും മണിക്കുട്ടൻ പറയുകയുണ്ടായി. ചോട്ടാ മുംബൈ എന്ന് റിലീസ് ചെയ്താലും കാണാൻ ആളുണ്ടാകും എന്നാണ് നടൻ പൃഥ്വിരാജ് തന്നോട് പറഞ്ഞതെന്ന് മണിക്കുട്ടൻ പറയുന്നുണ്ട്. ചോട്ടാ മുംബൈ വീണ്ടും റിലീസ് ചെയ്യുമ്പോൾ 18 വർഷങ്ങൾക്ക് മുമ്പ് ചിത്രത്തിൽ അഭിനയിച്ച അനുഭവം ഒരു ഗംഭീര അനുഭവമാണെന്നും മണിക്കുട്ടൻ പറയുകയും ചെയ്തു. 18 വർഷം മുമ്പ് ചോട്ടാ മുംബൈ റിലീസ് ചെയ്തപ്പോൾ താൻ തിരുവനന്തപുരത്ത് നിന്നും കോഴിക്കോട് നിന്നും പടം കണ്ടിരുന്നു. ആദ്യ ദിവസം കോഴിക്കോട് നിന്നാണ് കണ്ടത്. രണ്ടാമത് തിരുവനന്തപുരത്ത് വന്ന് എയറിസ് പ്ലസിൽ കണ്ടു. അന്ന് അത് SL തിയേറ്റർ ആയിരുന്നു. പിന്നെ ഷൂട്ടൊക്കെ ആയിട്ട് തിരുവനന്തപുരത്ത് തിരക്കിൽ ആയതുകൊണ്ട് എറണാകുളത്ത് വെച്ച് പടം കണ്ടില്ല. ഇപ്പോൾ പടം റീ റിലീസ് ചെയ്തപ്പോൾ എറണാകുളം കവിതാ തിയേറ്ററിൽ വെച്ച് കാണാമെന്ന് ഒരു ആഗ്രഹമുണ്ടായിരുന്നു. ഞാൻ, ബെന്നിച്ചേട്ടൻ, മ്യൂസിക് ഡയറക്ടർ രാഹുൽ രാജ് എന്നിവർ തലേന്ന് പ്ലാൻ ചെയ്തു. നമുക്കൊന്ന് പോയി നോക്കാം. അങ്ങനെയാണ് കവിതാ തിയേറ്ററിൽ പടം കാണാൻ പോയത്. 18 വർഷമായി ചാനലിൽ കാണിച്ചുകൊണ്ടിരിക്കുന്ന സിനിമയാണ്. അതുകൊണ്ട് ഇനി ഇത് കാണാൻ അധികം ആരും ഉണ്ടാകില്ല എന്നാണ് കരുതിയത്. പക്ഷേ ഞങ്ങളെല്ലാം ഞെട്ടിച്ച പ്രതികരണമാണ് തിയേറ്ററിൽ ഉണ്ടായത്. ഏതാണ്ട് 1200 ആളുകൾ കവിതാ തിയേറ്ററിൽ ഉണ്ടായിരുന്നു. സിനിമ തന്നെ എല്ലാവരും ആഘോഷിക്കുകയായിരുന്നു. ഡയലോഗുകൾ ഓരോന്നും അവിടെ ഇരുന്ന് പറയുക, ഓരോ സീനിൽ വരുന്നതിന് മുന്നേ അതിനെക്കുറിച്ച് സംസാരിക്കുക, പാട്ട് വരുമ്പോൾ കൂടെ പാടി കൈയടിക്കുക. ഓരോ കഥാപാത്രത്തിനും കൈയടി ആയിരുന്നു. ആളുകൾ സിനിമയുടെ ഉള്ളിൽ കയറി സഞ്ചരിക്കുന്നത് എന്നെ സംബന്ധിച്ച് ആദ്യത്തെ സംഭവമായിരുന്നു. ഞാനും രാഹുൽ ചേട്ടനും ബെന്നിച്ചേട്ടനും വായും തുറന്നിരിക്കുകയായിരുന്നു. ആ ഒരു സ്വീകരണം ഞങ്ങൾക്ക് തന്ന ഊർജ്ജം വളരെ വലുതാണ്. പുതിയ തലമുറ ഈ സിനിമ ആഘോഷിച്ചു കാണുമ്പോൾ വലിയ സന്തോഷമുണ്ട്. എല്ലാ ജനറേഷനെയും ആസ്വദിപ്പിക്കുന്ന ഒരു ക്ലാസ് എന്റർടൈനർ ആണ് സിനിമ. അന്ന് ഇത് റിലീസ് ചെയ്യുന്ന സമയത്ത് ഇതൊരു ഫാമിലി എന്റർടൈനർ ആയിരുന്നു. 18 വർഷങ്ങൾക്ക് ശേഷം കൊച്ചുകുട്ടികൾ മുതൽ പ്രായമായ ആളുകൾ വരെ ഇത് ആസ്വദിക്കുന്നത് കാണുമ്പോൾ എല്ലാത്തരം പ്രേക്ഷകരെയും ആസ്വദിപ്പിക്കുന്ന ഒരു സിനിമയാണ് എന്ന് മനസ്സിലാകുന്നു. ഞാൻ പൃഥ്വിരാജിനെ കാണാൻ പോയപ്പോൾ അദ്ദേഹം പറഞ്ഞത് ചോട്ടാ മുംബൈ എപ്പോൾ റിലീസ് ചെയ്താലും ഇതേ രീതിയിലുള്ള റെസ്പോൺസ് ആയിരിക്കും മണിക്കുട്ട എന്ന്. എന്റെ 4ാമത്തെ സിനിമയാണ് ചോട്ടാ മുംബൈ. സിനിമയിൽ അഭിനയിക്കുന്നവരെല്ലാം സീനിയർ താരങ്ങളായിരുന്നു. നമ്മൾ സിനിമ കണ്ട് തുടങ്ങിയപ്പോൾ സിനിമയിൽ കണ്ട് ആരാധിച്ച ആളുകളാണ് സിനിമയിൽ ഉണ്ടായിരുന്നത്. ലാൽ സാർ, ജഗദീഷ് ചേട്ടൻ, രാജൻ ബി ദേവ് ചേട്ടൻ, സായ്കുമാർ ചേട്ടൻ, മണിച്ചേട്ടൻ, അങ്ങനെ എത്രയെത്ര താരങ്ങൾ. അവരിൽ ഒരാളായിട്ട് നിന്ന് അഭിനയിക്കുക എന്നതിനെക്കുറിച്ച് ഒരു ടെൻഷൻ എനിക്ക് ആദ്യം തന്നെ ഉണ്ടായിരുന്നു. അൻവർക്ക ഈ സ്ക്രിപ്റ്റ് വായിക്കാൻ തന്നപ്പോൾ ആദ്യം തന്നെ ടെൻഷൻ ഉണ്ടായിരുന്നു. കാര്യം ഞാൻ നിൽക്കുന്നത് സീനിയർ ആർട്ടിസ്റ്റുകളുടെ കൂടെയാണ്. ഞാൻ ഇവരെയൊക്കെ കണ്ട് അത്ഭുതപ്പെട്ട് വായും തുറന്ന് നിൽക്കുകയായിരുന്നു. ഇവരൊക്കെ ക്യാമറയ്ക്ക് പിന്നിൽ ഉണ്ടാക്കിയെടുത്ത ഒരു സൗഹൃദമുണ്ട്. ആ സൗഹൃദം നമുക്ക് ക്യാമറയ്ക്ക് മുന്നിലും ലഭിച്ചു. അവരെല്ലാവരും എന്നെയും ഒപ്പം കൂട്ടി. നമ്മുടെ കൂടെ ഇപ്പോൾ ഇല്ലാത്ത ഒരുപാട് താരങ്ങൾ സിനിമയിലുണ്ട്. മണിച്ചേട്ടൻ, രാജൻ ബി ദേവ് ചേട്ടൻ, കൊച്ചിൻ ഹനീഫായ്ക്ക, ശരണ്യ, അങ്ങനെ ഒരുപാട് പേർ സിനിമയിലുണ്ട്. അവരെയൊക്കെ വീണ്ടും തിയേറ്ററിൽ കാണുമ്പോൾ അന്ന് അവർ തന്ന ഓർമ്മകളും സ്നേഹവും എന്നെ പിടിച്ച് ഉലക്കിയായിരുന്നു. ഈ സിനിമ റിലീസ് ചെയ്യുന്ന സമയത്ത് ആലുവയിൽ ഒരു ഫ്ലെക്സ് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നോട് ആലുവയിൽ ഉള്ള ഒരാൾ വിളിച്ചു പറഞ്ഞു, മണിക്കുട്ട ആലുവയിൽ ഒരു കിടിലൻ ഫ്ലെക്സ് വെച്ചിട്ടുണ്ട്, ഒന്ന് വന്ന് കണ്ടു നോക്ക് എന്ന്. അന്ന് ഈ ഫോണും ഒന്നും വലിയ പ്രചാരത്തിൽ ഉണ്ടായിരുന്നില്ല. ഞാൻ അന്ന് രാത്രി തന്നെ തിരുവനന്തപുരത്ത് നിന്ന് ട്രെയിനിൽ കയറി ആലുവയിൽ വന്നിറങ്ങി. ഈ ഫ്ലെക്സ് കാണാനാണ് വന്നത്. ആലുവ പാലത്തിലേക്ക് കടക്കുന്നതിന് മുന്നേ ഒരു വലിയ ഫ്ലെക്സ് വെച്ചിട്ടുണ്ടായിരുന്നു. ലാൽ സാർ, സിദ്ദിഖ് സാർ, ബിജുക്കുട്ടൻ, ഞാനും കൂടി
കടന്നു വരുന്ന ഒരു ഷോട്ട് ഉണ്ട് പാട്ടിനിടയിൽ. ആ ഫ്രെയിമിന്റെ ഫ്ലെക്സ് ആണ് വെച്ചിരിക്കുന്നത്. ഞാനൊരു ദിവസം അവിടെ റൂം എടുത്ത് നിന്ന് ആ ഫ്ലെക്സ് ഇങ്ങനെ കണ്ടുകൊണ്ട് നിന്നു. ഞാൻ നായകനായി ബോയ് ഫ്രണ്ട് എന്ന സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും ഇങ്ങനെ ഇത്രയും വലിയൊരു താരങ്ങളോടൊപ്പം ഒരു ഫ്ലെക്സിൽ വരിക എന്ന് പറയുന്നത് വലിയ കാര്യമായിരുന്നു. ഇപ്പോൾ മൊബൈലിൽ റീലൊക്കെ ആയിട്ട് എല്ലാവരും എല്ലാം കാണുന്നുണ്ട്. പക്ഷെ അന്ന് ആ സൗകര്യങ്ങൾ ഒന്നുമില്ല. ട്രെയിനിൽ കയറി അവിടെ ചെന്ന് വേണം ഫ്ലെക്സ് കാണാൻ. അതൊക്കെ ഇപ്പോൾ വീണ്ടും ഓർക്കുകയാണ്. സിനിമയിൽ അഭിനയിച്ച ആർട്ടിസ്റ്റുകൾക്ക് ഇങ്ങനെയും ചില വികാരങ്ങളും ഒക്കെ ഉണ്ട് ഈ ചിത്രത്തിന്മേൽ. പക്ഷെ പ്രേക്ഷകർക്കുള്ളൊരു വികാരം അതൊരു മറ്റൊരു എക്സ്പീരിയൻസ് ആണ്. 18 വർഷം കണ്ട് ആർമാദിച്ച ഒരു ചിത്രം ബിഗ് സ്ക്രീനിൽ കാണാൻ കിട്ടിയ അവസരം. അന്ന് തിയേറ്ററിൽ കാണാൻ പറ്റാത്തവരാണ് ഇന്ന് തിയേറ്ററിൽ എത്തുന്നത്. അവർ മാത്രമല്ല, അന്ന് തിയേറ്ററിൽ കണ്ടവർ പോലും ഇന്നെത്തി ആർമാദിക്കുകയാണ്. പ്രത്യേക രീതിയിലുള്ള ഒരു വികാരമായി മാറുകയാണ് ഇപ്പോൾ ചോട്ടാ മുംബൈ. മോഹൻലാലിന്റെ റീ റിലീസുകൾ ബോക്സ് ഓഫീസിൽ നിന്നും ഇതുവരെ നേടിയത് 18 കോടിയോളം ഗ്രോസ് ആണ്. 4 സിനിമകളാണ് കഴിഞ്ഞ 3 വർഷങ്ങൾക്കിടയിൽ റീ റിലീസുകളായി തിയേറ്ററിലെത്തിയത്. സ്ഫടികം, ദേവദൂതൻ, മണിച്ചിത്രത്താഴ്, ചോട്ടാ മുംബൈ. മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ മാസ് സിനിമകൾ ഏറ്റവും കൂടുതൽ കയ്യിലുള്ള ലാലേട്ടന്റെ റീ റിലീസായി അങ്ങനെ ഒരേ ഒരു സിനിമയെ എത്തിയിട്ടുള്ളൂ. അത് സ്ഫടികമാണ്. എന്നാൽ രാവണപ്രഭു, നരസിംഹം, നരൻ, ഹലോ തുടങ്ങിയ ലാൽ പടങ്ങൾ റിലീസിനായി എത്തുമെന്ന് ഏതാണ്ട് ഉറപ്പാണ്. മോഹൻലാലിനും അദ്ദേഹത്തിന്റെ സിനിമകൾക്കും ഉള്ള പ്രേക്ഷക പിന്തുണ റീ റിലീസിലും ആവർത്തിക്കുന്നു. മലയാളത്തിന്റെ മോഹൻലാൽ എന്ന വാക്കുകളുമായാണ് ആരാധകർ ഇന്നേ ദിവസം എത്തിയിരിക്കുന്നതും. കാരണം ഈ റെസ്പോൺസ് വീക്കെൻഡിൽ തീരുമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ നിങ്ങൾ ബുക്ക് മൈ ഷോയിൽ ഒന്ന് പരിശോധിച്ച് നോക്കൂ. ടിക്കറ്റ് ബുക്കിംഗ് കണ്ടു കഴിഞ്ഞാൽ ഞെട്ടുക തന്നെ ചെയ്യും. പ്രേക്ഷകർ ഈ ഒരു ആഘോഷത്തിന് വേണ്ടി ടിക്കറ്റ് എടുത്ത് തിയേറ്ററിലെത്തുകയാണ്. അതും പ്രത്യേക ഒരു വികാരമായി മാറുന്നു ഈ ചോട്ടാ മുംബൈ.